ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് എനിക്ക് ട്രേഡൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇതുവരെ ഒരു ട്രേഡും എടുത്തിട്ടില്ല. അപ്പോൾ ഞാനൊരു ട്രേഡ് ഇവിടെ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേനും എനിക്ക് ആ ഒരു ലെവലിൽ ട്രേഡ് കിട്ടിയില്ല, മിസ്സായിപ്പോയി. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ, അതായത് നമ്മുടെ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചൊരു റിവേഴ്സൽ ഇപ്പോൾ വരും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഞാനൊരു വലിയൊരു എൻട്രി ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ലോങ് സൈഡിലോട്ട്. അപ്പോൾ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു ട്രേഡ് എന്തായാലും പോയി, ഇനിയിപ്പോൾ ആ ട്രേഡ് ഞാൻ ചെയ്തില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡ് എനിക്ക് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ ഒരു ട്രേഡ് കിട്ടുമോ ഇല്ലയോ എന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ടാർഗറ്റ് ഇവിടെ ഏകദേശം അച്ചീവ് ആയിട്ടുണ്ട്. പക്ഷെ നല്ലൊരു മൊമെൻ്റ് ആയതുകൊണ്ട് ഹോൾഡ് ചെയ്യണോ വേണ്ടേ എന്ന് വലിയൊരു കൺഫ്യൂഷൻ. ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിവേഴ്സൽ തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം പ്രോഫിറ്റ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഹോൾഡ് ചെയ്യണ്ട. 2-3 ദിവസമായിട്ട് ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലങ്ങ് ബുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു ലൂസിങ് സ്ട്രീക്ക് നമ്മളങ്ങനെ എൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ട്രേഡ് എന്തുകൊണ്ട് എടുത്തു എന്ന് പറഞ്ഞുതരാം. അതായത് ഇന്ന് അത്യാവശ്യം ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ചെറിയൊരു കൺസോൾട്ടേഷൻ, അതിനുശേഷം നല്ലൊരു സെല്ലിങ്ങും കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു കണ്ടിരുന്നെങ്കിൽ, ഒരു സൈഡ് വൈസ് ഇതേപോലെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനും സെല്ലിങ് നോക്കത്തുള്ളായിരുന്നു. ഞാൻ അത് തന്നെ വെയിറ്റ് ചെയ്തിരുന്നത് ഒരു കണ്ടിന്യൂഷന് വരെ. പക്ഷേ അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് സൈഡ് വേസിന് പകരം ചെറിയ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കൺസൾട്ടേഷനാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണോ ഒരു റിവേഴ്സൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസത്തെ ഡേ ഹൈ ആയ ഈ ഒരു ലെവൽ വരെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് താഴെ വരും എന്നായിരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ ക്യാൻഡിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേനും അത്യാവശ്യം എപ്പോൾ വേണോ ഒരു വലിയൊരു മൊമെൻ്റം പ്രതീക്ഷിക്കാമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ട്രേഡ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ട്രേഡ് എടുത്ത് ഏകദേശം ഒരു 10 മിനിറ്റിൽ തന്നെ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് റിക്കവർ ആവും. പക്ഷേ 2-3 ദിവസമായിട്ട് ലോസിലായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സ്ട്രീക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നേരത്തെ ഞാൻ എക്സിറ്റ് ആയത്. യൂഷ്വലി ഞാൻ ഈ ഒരു ഇന്നത്തെ ദിവസത്തെ ഫുള്ള് കവർ ആവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഈ ഒരു ലെവൽ വരെയെങ്കിലും മിനിമം മാർക്കറ്റ് റിക്കവർ ആവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. എന്തായാലും വേറെ ട്രേഡൊന്നും എടുക്കുന്നില്ല. നാളെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം.